മറ്റൊന്ന് താനൂർ ബോട്ടപകടവുമായി ബന്ധപ്പെട്ട മന്ത്രിമാരുടെ പങ്ക് അന്വേഷിക്കണമെന്ന മുസ്ലിം ലീഗ് പരാതിക്കെതിരെ മന്ത്രി വി അബ്ദുറഹ്മാൻ രംഗത്ത് വരികയാണ്. മറ്റൊരു പണിയും ഇല്ലാത്തതുകൊണ്ടാണ് ഇത്തരമൊരു പരാതി ഉന്നയിക്കുന്നത്. സർക്കാർ സ്വീകരിച്ച നടപടികൾ ജനങ്ങൾ കണ്ടതാണെന്നും മന്ത്രി റിപ്പോർട്ടറിനോട് പറഞ്ഞു. താനൂർ ബോട്ട് ദുരന്തവുമായി ബന്ധപ്പെട്ട് ജസ്റ്റിസ് മോഹനൻ കമ്മീഷൻ മുൻപാകെ മുസ്ലിം ലീഗിന്റെ മണ്ഡലം കമ്മിറ്റി ഒരു പരാതി നൽകിയത് മന്ത്രിമാർക്കെതിരെ നടപടി വേണം, അതുപോലെ നഷ്ടപരിഹാര തുക 1 കോടി നൽകണമെന്നാണ്. അത് എങ്ങനെയാണ്? മുസ്ലിം ലീഗിന് ഇപ്പോൾ വേറെ പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് അവർ പറഞ്ഞുകൊണ്ടിരിക്കും. അതവർ പറഞ്ഞോട്ടെ, നടപടി അവരെടുത്തോട്ടെ. എല്ലാ തരത്തിലുള്ള നടപടിയും ആ വിഷയത്തിൽ സ്വീകരിച്ചു. അവര് ഈ കാര്യങ്ങളിൽ ഗവൺമെന്റ് എടുത്ത നടപടികൾ കൃത്യമായി ഈ നാട്ടിലെ ജനങ്ങൾക്ക് മുഴുവൻ. പിന്നെ മുസ്ലിം ലീഗ് നടപടി എടുക്കുകയാണല്ലോ, അത് കുറേ കാലമായി ഞാൻ കാണൽ തുടങ്ങിയിട്ട്. അത് അവരോട് എടുക്കാൻ പറയും. മുബഷിറാണ് വിവരങ്ങളുമായി ചേരുന്നത്. മുബഷിർ, എങ്ങനെയാണ് മന്ത്രിയുടെ മറുപടി? എങ്ങനെയാണ് ലീഗിനെതിരെ അദ്ദേഹം പറയുന്നത്? നിമേഷ്, ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് ഈ ഒരു സംഭവത്തിൽ പരാതിയുമായി മുസ്ലിം ലീഗ് രംഗത്ത് വന്നിരുന്നത്. നിലവിൽ കേസ് അന്വേഷണം നടത്താൻ പോകുന്ന ജസ്റ്റിസ് മോഹന കമ്മീഷൻ മുമ്പാകെയായിരുന്നു കഴിഞ്ഞ ദിവസം മുസ്ലിം യൂത്ത് ലീഗും അതുപോലെ തന്നെ താനൂർ നിയോജക മണ്ഡലം മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ ഇത്തരം ഒരു പരാതി നൽകുന്നു. ഒരു പരാതിയിൽ പ്രധാനമായും അവർ ആരോപിച്ചിരുന്നത് ഈ ഒരു താനൂർ ബോട്ടപകടത്തിൽ 22 പേരുടെ മരണത്തിനിടയാക്കിയ താനൂർ ബോട്ടപകടത്തിൽ വകുപ്പ് മന്ത്രിമാരായ PM മുഹമ്മദ് റിയാസ് പോലെ തന്നെ നിയോജക മണ്ഡലം MLA കൂടിയായ വി അബ്ദുറഹ്മാൻ എന്നിവർക്കെതിരെ നടപടി വേണം, കൂടാതെ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 1 കോടി രൂപ നഷ്ടപരിഹാരം വേണമെന്ന ആവശ്യത്തിലേക്കായിരുന്നു മുസ്ലിം ലീഗ് എത്തിയിരുന്നത്. സ്വാഭാവികമായും ഈ ഒരു വിഷയത്തിലാണ് ആ ഒരു പരാതിക്കെതിരെ വിമർശനവുമായി മണ്ഡലം MLA കൂടിയായ മന്ത്രി വി അബ്ദുറഹ്മാൻ രംഗത്ത് വന്നിരിക്കുന്നത്. താനൂർ ബോട്ടപകടവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ സ്വീകരിച്ച നടപടികളൊക്കെ തന്നെ ഈ നാട്ടിലെ ജനങ്ങളെല്ലാം തന്നെ കണ്ടതാണ്. ആ ഒരു ഘട്ടത്തിൽ പ്രഖ്യാപിച്ച ധനസഹായം ഉൾപ്പെടെയുള്ളവ ഈ നാട്ടിലെ ജനങ്ങൾക്ക് സഹായകരമായിരുന്നു. മുസ്ലിം ലീഗ് വളരെ കാലങ്ങളായി തന്നെ ഈ വിധത്തിൽ വേട്ടയാടുന്നുണ്ട്. എന്നാൽ അതിനൊന്നും തന്നെ താൻ ഈ ഒരു ഘട്ടത്തിൽ മറുപടി പറയില്ലെന്നും മുസ്ലിം ലീഗ് അവരുടെ നടപടിയുമായി മുന്നോട്ട് പോകട്ടെ, അതിന് മറുപടി പറയാൻ താൻ പോകുന്നില്ലെന്നും അതിന് മറുപടി അർഹിക്കുന്നില്ല എന്നൊരു പ്രതികരണമാണ് മന്ത്രി വി അബ്ദുറഹ്മാൻ ഈ ഒരു ഘട്ടത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. മുസ്ലിം ലീഗ് ആരോപിക്കുന്ന പ്രകാരം ഈ ഒരു അപകടം സംഭവിച്ച അറ്റ്ലാന്റിക് ബോട്ട് 22 പേരുടെ മരണത്തിനിടയാക്കിയ വിനോദസഞ്ചാര ബോട്ടായ അറ്റ്ലാന്റിക് നേരത്തെയും ഈ ഒരു മേഖലയിൽ അപകടം നടക്കുന്നതിന് മുൻപും സമാനമായ രീതിയിൽ ഇത്തരം നിയമവിരുദ്ധമായി സർവീസ് നടത്തിയിരുന്നു. ഇതിനെതിരെ താനൂരിലെ നാട്ടുകാർ തന്നെ ഈ ഒരു വകുപ്പ് മന്ത്രിമാർക്ക് പരാതി നൽകിയിട്ടും അവർ നടപടി അന്നെടുത്തിരുന്നില്ല. അന്ന് അത്തരമൊരു നടപടി എടുത്തിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇത്ര വലിയ ഒരു അപകടം ഒഴിവാക്കാമായിരുന്നു എന്ന ഒരു പോയിന്റിലേക്കാണ് മുസ്ലിം ലീഗ് എത്തിയത്. എന്നാൽ ഈ ഒരു ആരോപണങ്ങളെല്ലാം തന്നെ മന്ത്രി വി അബ്ദുറഹ്മാൻ നിഷേധിക്കുന്നുണ്ട്. അദ്ദേഹം ആ ഒരു ഘട്ടത്തിൽ ഈ ഒരു സംഭവത്തിന് തൊട്ട് പിന്നാലെ സ്വീകരിച്ച സംസ്ഥാന സർക്കാരിന്റെ നടപടികളെ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഇതിനെതിരെ വിമർശനവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. സംസ്ഥാന സർക്കാർ വളരെ കൃത്യമായ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. അത് ഈ നാട്ടിലെ ജനങ്ങളൊക്കെ തന്നെ കണ്ടതാണ്. മുസ്ലിം ലീഗ് ആ ഒരു ഘട്ടം മുതൽ ആരോപിക്കുന്ന ആരോപണങ്ങളെല്ലാം തന്നെ അടിസ്ഥാനരഹിതമാണ്, അതിനൊന്നും തന്നെ മറുപടി അർഹിക്കുന്നില്ല എന്ന വളരെ കൃത്യമായ ഒരു മറുപടി അല്ലെങ്കിൽ ഒരു വിമർശനം ഈ ഒരു പരാതിക്കെതിരെ മന്ത്രി വി അബ്ദുറഹ്മാൻ നടത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. എന്തായാലും ജസ്റ്റിസ് മോഹനൻ കമ്മീഷന്റെ അന്വേഷണ നടപടികൾ അല്പ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് ആരംഭിക്കുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. നമുക്കറിയാം താനൂർ ഒട്ടുംപുറം തൂവൽ തീരത്തായിരുന്നു ഈ ഒരു ബോട്ട് ദുരന്തമുണ്ടായത്. അറ്റ്ലാന്റിക് ബോട്ടായ വിനോദസഞ്ചാര ബോട്ടായ അറ്റ്ലാന്റിക് മറിഞ്ഞായിരുന്നു ഈ ഒരു അപകടം സംഭവിച്ചത്. പിന്നീട് ഈ ഒരു ബോട്ട് ഉടമ നാസറിനെ ഉൾപ്പെടെ അറസ്റ്റ് ചെയ്യുകയും അദ്ദേഹത്തിന് ജാമ്യം ലഭിക്കുന്ന സാഹചര്യം ഉൾപ്പെടെ ഉണ്ടായിരുന്നു. ഈ ബോട്ടിന് ലൈസൻസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളില്ലാതെ നിയമവിരുദ്ധമായി സർവീസ് നടത്തിയതാണ് ഉൾപ്പെടെ പിന്നീട് കണ്ടെത്തിയിരുന്നു. ഇതിന് മന്ത്രിമാരുടെ ഒത്താശയുണ്ടെന്ന ആരോപണങ്ങൾ ആ ഒരു ഘട്ടത്തിൽ രാഷ്ട്രീയ പാർട്ടികൾ ഉൾപ്പെടെയുള്ളവർ, മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ളവർ ഉന്നയിച്ചിരുന്നു. എന്നാൽ മുസ്ലിം ലീഗ് സംസ്ഥാന നേതൃത്വത്തിന് ഇതിനെതിരെ ഇത്തരം ആരോപണവുമായി പ്രാദേശിക നേതൃത്വം രംഗത്ത് വരുന്നതിനെതിരെ ചെറിയൊരു അതൃപ്തി ഉണ്ടായിരുന്നു. അതിന് തൊട്ട് പിന്നാലെ ആ ഒരു പ്രതിഷേധങ്ങളൊക്കെ തന്നെ അയവ് വന്നൊരു സാഹചര്യം വരുന്നു. ഇപ്പോൾ ഒരു ഇടവേളയ്ക്ക് ശേഷം മുസ്ലിം ലീഗിന്റെ പ്രാദേശിക നേതൃത്വം വീണ്ടും ഈ ഒരു വിഷയത്തിൽ ഒരു പ്രതിഷേധവുമായി അല്ലെങ്കിൽ ആരോപണവുമായി രംഗത്ത് വരുന്നു. അതിന് വകുപ്പ് മന്ത്രി തന്നെ, സ്ഥലം MLA കൂടിയായ മന്ത്രി തന്നെ മറുപടി നൽകുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. അല്പ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ജസ്റ്റിസ് മോഹനൻ കമ്മീഷൻ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട തെളിവെടുപ്പിലേക്ക് കടക്കുമെന്നാണ് നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം. നിമേഷ്, ആരോപണങ്ങളെ തള്ളുകയാണ് മന്ത്രി അബ്ദുറഹ്മാൻ. വിവരങ്ങളാണ് മുബഷീർ നൽകിയത്.